ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്തിയതിൽ ഡൊണാൾഡ് ട്രംപിന് US സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ട്രംപ് അധികാരപരിധി ലംഘിച്ചിരിക്കുകയാണ് എന്നാണ് US കോടതി പറഞ്ഞത്. 1977 ഒരു നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായി നികുതികൾ അടിച്ചേൽപ്പിക്കാൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കുകയാണ്. അന്നത്തെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സാമ്പത്തികമായി ചെയ്യാവുന്ന പ്രസിഡൻഷ്യൽ അധികാരം എന്ന നിലയിലാണ് ട്രംപ് ഈ അധികാരം ഉപയോഗിച്ചത്. ട്രംപിന്റെ ഈ നടപടിക്കെതിരെ നികുതി വർധനവ് ബാധിച്ച പ്രമുഖ കമ്പനികളും അരിസോണ, കൊളറാഡോ, കണക്റ്റിക്കറ്റ്, ഡെലാവെയർ, ഇല്ലിനോയിസ്, മെയിൻ, മിനസോട്ട, നെവാഡ, ന്യൂ മെക്സിക്കോ, ന്യൂയോർക്ക്, ഒറിഗൺ, വെർമോണ്ട് തുടങ്ങിയ ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളും നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ. തൻ്റെ സാമ്പത്തിക വിദേശ നയങ്ങളുടെ പ്രധാന ആയുധമാണ് ട്രംപ് പകരച്ചുങ്കത്തെ ഉപയോഗിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് കൊണ്ടുവന്ന ഭൂരിപക്ഷ വിധിയിൽ 6-നെതിരെ 3 വോട്ടുകൾക്കാണ് നികുതികൾ റദ്ദാക്കാൻ കോടതി തീരുമാനിച്ചത്. ലോകരാജ്യങ്ങൾക്ക് മേൽ തൻ്റെ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കാൻ ട്രംപ് 2ാം ടേമിൽ അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്ന അധിക തീരുവ യുദ്ധം ട്രംപിന് തന്നെ ഇപ്പോൾ തിരിച്ചടിയായി. അധികാരത്തിൽ ഭ്രമമൂത്ത് ഭ്രാന്തൻ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ഊറ്റം കൊണ്ട ട്രംപിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം കനപ്പെട്ടിരുന്നു. ലോകരാജ്യങ്ങളെ തന്നെ തൻ്റെ വരുതികൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യമായിരുന്നു ട്രംപിന്. അങ്ങനെയാണ് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള പല രാജ്യങ്ങളും ട്രംപിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നതും ഒരു വ്യാപാര കരാറിലേക്ക് എത്തുന്നതും. അതാണിപ്പോൾ തകർന്നടിഞ്ഞത്. അതുമാത്രമല്ല, ഇത്രയും നാൾ പിരിച്ചിട്ടുള്ള അധിക നികുതി അത് തിരിച്ചു കൊടുക്കുമോ എന്നതും അതിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നും രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ഏതാണ്ട് $170 ബില്യൺ ഇത്തരത്തിലുള്ള അധിക തീരുവയുടെ ഭാഗമായി അമേരിക്ക ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ലോകരാഷ്ട്രീയത്തെ തന്നെ നിർണായകമായ ഇപ്പോൾ വന്ന ഈ വിധി അത് ബാധിക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ട്രംപ് അമേരിക്കൻ ജുഡീഷ്യറിക്കെതിരെയും യുദ്ധം പ്രഖ്യാപിക്കുന്ന നയമാണ് കൈക്കൊള്ളുന്നത്. ബദൽ നിയമങ്ങൾ ഉപയോഗിച്ച് തീരുവകൾ പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് തിരിച്ചടിക്കുകയായിരുന്നു. ട്രംപ് ഇപ്പോൾ ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുമ്പോൾ അത് ട്രംപിന് കൂനുമേൽ കുരുവാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ അധികാരം ഊട്ടിയുറപ്പിക്കാനും തൻ്റെ അപ്രമാദിത്വം പ്രഖ്യാപിക്കാനുമായി ട്രംപ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് ഇത് എന്നാണ് അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത്. കുടിയേറ്റ നിയന്ത്രണങ്ങളിൽ സഹകരിക്കാനും മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദപ്പെടുത്താനും ഉള്ള കരാറുകൾ ഒപ്പിടാൻ പ്രേരിപ്പിക്കാനുമൊക്കെയുള്ള ട്രംപിൻ്റെ ഈ താരിഫ് നയം ഉപയോഗിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും അതോടൊപ്പം രാജ്യത്ത് ഗുണനിലവാരമുള്ള വസ്തുക്കൾ എത്തിക്കൊണ്ടിരുന്നത് ഈ തീരുവ നയം കാരണം രാജ്യത്ത് ഇനി എത്തുകയില്ല എന്നും അതൊക്കെ അമേരിക്കയുടെ ക്രമാനുഗമമായ വളർച്ചയ്ക്ക് പ്രത്യേകിച്ചും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അനുകൂലമായ തരത്തിലല്ല ഈ തീരുവ വർധനവ് എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര യുദ്ധകാല നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രസിഡന്റ് കൊണ്ടുവന്ന ഈ താരിഫ് നയം നടപ്പിലാക്കാൻ കോൺഗ്രസിന് മാത്രമാണ് അവിടെ അധികാരമെന്നിരിക്കെ പ്രസിഡന്റിന് അതിന് അധികാരമില്ല എന്നതും നിലനിൽക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളുമായി അമേരിക്ക ഇപ്പോൾ യുദ്ധത്തിലല്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധകാല സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പ്രസിഡന്റ് തയ്യാറായി എന്നും കോടതി നിരീക്ഷിച്ചു. വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാർക്കെതിരായി ട്രംപ് രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയാകും ഇനി അമേരിക്കയിൽ ഉടലെടുക്കുക. രാജ്യത്തിൻ്റെ നീതി വ്യവസ്ഥയോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് ട്രംപ് ഇപ്പോൾ ഉയർത്തുന്നത്. നിയമത്തിൻ്റെ സർവാധികാരത്തിൻ്റെ ഈറ്റില്ലമായ സുപ്രീം കോടതിയെ വിലക്കെടുക്കാനുള്ള ട്രംപിൻ്റെ നീക്കം പുതിയ രാഷ്ട്രീയ നിയമയുദ്ധത്തിനായും വഴിവയ്ക്കുക തന്നെ ചെയ്യും. പ്രസിഡന്റിൻ്റെ അധികാരം രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുകളിലല്ല എന്നിരിക്കെ ട്രംപ് മർക്കടമുഷ്ടി പ്രയോഗിച്ചാൽ അത് രാജ്യത്ത് വിലപ്പോകില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇനി ട്രംപിൻ്റെ ഭാവി എന്ത് എന്ന ചോദ്യവും രാജ്യത്ത് ഉയരുകയാണ്. കോടതിയെപ്പോലും വെല്ലുവിളിക്കുന്ന ഒരു ഭരണാധികാരി രാജ്യം ഭരിക്കുന്ന സാഹചര്യം അപകടകരമാണ്. ഇങ്ങനെ പോയാൽ ട്രംപ് ഒരു ഏകാധിപതിയുടെ ദ്രംഷ്ടകൾ പുറത്തെടുക്കും. അത് രാജ്യത്തിനും ലോകത്തിനും ഭീഷണിയാവും. ഇത് തടയിടാൻ സുപ്രീം കോടതി അവിടെ എന്ത് നടപടിയിലേക്ക് നീങ്ങുമെന്നതാണ് രാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ തന്നെ സാമ്പത്തികമായി ഏറെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് ഈ ആഭ്യന്തര കലാപം തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല ട്രംപിൻ്റെ ഭാവി അവതാളത്തിൽ ആക്കുകയും ചെയ്യും. ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്ന് അധികാരത്തിൽ നിന്നും ട്രംപിനെ നിഷ്കാസനാക്കാനും കോടതി ലക്ഷ്യമിടുമോ എന്നതും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്.
അതേസമയം ഇന്ത്യയിൽ ഇതിൻ്റെ അലയൊലികൾ ഉയർന്നു കഴിഞ്ഞു. ഇന്ന് രാഹുൽ ഗാന്ധി ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. US-ഉമായുള്ള വ്യാപാര കരാർ പുനരവലോകനം ചെയ്യാൻ മോദി തയ്യാറാകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ട്രംപിന് മുന്നിൽ മോദി വീണ്ടും കീഴടങ്ങുമെന്നും മോദിയുടെ വഞ്ചന തുറന്നു കാട്ടപ്പെട്ടുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. ട്രംപിനേറ്റ ഈ തിരിച്ചടിയിൽ മോദിക്ക് ആശ്വാസമാണെങ്കിലും മോദിയുടെ ഇതുവരെയുള്ള നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടും. അതിൻ്റെ തുടക്കമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മോദിയുടെ ദോസ്തിന് മുന്നിലെ മോദിയുടെ മൗനവും കീഴടങ്ങലും ഇനി മറനീക്കി പുറത്തു വരും. ട്രംപ് പറയുന്നു, മോദി അനുസരിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര സൈനിക കാര്യങ്ങൾ ഇനി ട്രംപ് നിയന്ത്രിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.